നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിന് ചക്ക കച്ചവടം നടക്കുന്നുണ്ട്. 20 രൂപയേ ഉള്ളൂ. 10 രൂപയ്ക്കോ? ഈ 10 രൂപയ്ക്കൊന്നും കൊണ്ടുപോയാലൊന്നും കാണാതെ 20 രൂപയ്ക്ക് വാങ്ങിട്ട് അല്ല. എന്നാ 10 രൂപയ്ക്ക് ഇടും. പകുതി തരത്തുള്ളൂ. 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് പകുതിയാണേ. അത് ഞാനിവിടെ കച്ചവടം ചെയ്യാൻ നിൽക്കുക. അതിനകത്തുനിന്ന് കൊടുക്കാനെന്നാണ്. എന്ത് ചെയ്യാനെന്ന് പറയാം. 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഒരു അവിയലിനുള്ള സാധനം മതി. 10 രൂപയ്ക്ക് വരത്തില്ലെന്ന് പറയുമ്പോൾ ഉടനെ പിണങ്ങി പോന്നു. എന്തുകൊണ്ട് കൊടയൊക്കെ പിടിച്ച് എന്തോ നിൽക്കുന്നു? മഴയെന്ന് മനസ്സിലായി. എന്തുകൊണ്ട് വിശേഷം? സുഖമാണേ? ചക്ക വയ്ക്കുന്നു. എന്താണ് ഒരു സെറ്റിന് എന്ത് വില? കുറവാണല്ലോ, ലാഭമാണല്ലോ. ഇവിടെ വീട്ടിലെയാണോ അതോ ആണോ? മറ്റേ കാന്താരി മുളകോ? അതും വീട്ടിലുള്ളതാണ്. രണ്ടും വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ പറിച്ചിട്ട് വരാനുണ്ടോ? കാന്താരി മുളക് എല്ലാ ദിവസവും കിട്ടത്തില്ല. ചക്ക എല്ലാ ദിവസവും ഉണ്ടോ? ഇപ്പോഴും പ്ലാവിലുണ്ടോ ചക്ക? കുറച്ച് ദിവസം കൂടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ? ഇത് കഴിഞ്ഞാൽ വീട്ടിൽ ജോലിക്ക് പോകും. എന്നാലും നമ്മൾ ജോലി ചെയ്യും. എന്തെങ്കിലും ജോലി ചെയ്യും. എന്താണ് അമ്മച്ചിയുടെ പേരെന്താ? ലില്ലി. പേരൊക്കെ അടിപൊളി പേരാണ്. പേര് കേട്ടാ വിചാരിക്കും കൊച്ചു പെണ്ണാണ്. അടുത്ത് തന്നെയാണ് അമ്മച്ചിയുടെ വീട്. മക്കളൊക്കെ ഉണ്ടോ? അവരെല്ലാരും കുടുംബമായിട്ട് പോകുന്നു. ഇപ്പൊ അമ്മ ആരുടെ കൂടെ ഉണ്ട്? അമ്മയുടെ മൂത്തവന്റെ കൂടെ. മകനെന്താ ജോലി? അപ്പൊ എന്നാലും നമ്മൾ ഇതിനിടയ്ക്ക് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിന് ചക്ക കച്ചവടം നടക്കുന്നുണ്ട്. 20 രൂപയേ ഉള്ളൂ. 10 രൂപയ്ക്കോ? ഈ 10 രൂപയ്ക്കൊന്നും കൊണ്ടുപോയാലൊന്നും കാണാതെ 20 രൂപയ്ക്ക് വാങ്ങിട്ട് അല്ല. എന്നാ 10 രൂപയ്ക്ക് ഇടും. പകുതി തരത്തുള്ളൂ. 10 രൂപയ്ക്ക് പകുതിയാണേ. അത് ഞാനിവിടെ കച്ചവടം ചെയ്യാൻ നിൽക്കുക. അതിനകത്തുനിന്ന് കൊടുക്കാനെന്നാണ്. എന്ത് ചെയ്യാനെന്ന് പറയാം. 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഒരു അവിയലിനുള്ള സാധനം മതി. 10 രൂപയ്ക്ക് വരത്തില്ലെന്ന് പറയുമ്പോൾ ഉടനെ പിണങ്ങി പോന്നു. അങ്ങനെയൊക്കെ പോവാവോ? അങ്ങനെയൊന്നും പിണങ്ങരുത്. നമ്മളൊക്കെ മനസ്സിലായില്ലേ? നാളെ കാണേണ്ടവരല്ലേ? പേഴ്സൊക്കെ ഭയങ്കര ഗംഭീര പേഴ്സാണല്ലോ. പേപ്പറിന് ഏതാണ്ട് നോട്ടീസിനകത്തൊക്കെ പൊതിഞ്ഞാണല്ലോ. ചില്ലറ കാശില്ലാത്തതുകൊണ്ടാണോ ഇനി 10 രൂപയ്ക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചോ? അതോ ചില്ലറ ഇല്ല? വേറെ നോട്ടുണ്ട് കയ്യിൽ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇനി കാശില്ലാത്തോണ്ടുള്ള. പത്തായോ? 2 രൂപ തൊട്ട് 8 ആയുള്ളൂ. 2 രൂപയോടെ കൊടുക്കണം. ഇനി ഇല്ലേ? ലിറ്റർ ഇല്ലേ? ശരി, കുഴപ്പമില്ല, ഞാൻ കൊടുക്കാം. എന്നാ മതി. ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. അതിരിക്കട്ടെ. അത് വെച്ചോ. കൊടുത്ത് ഇനി തപ്പി വിഷമിക്കണ്ട. പഴക്കിട്ട് 10 രൂപയ്ക്ക് വാങ്ങിക്കാൻ വന്നതല്ലേ. കൊണ്ടുപോകും. കാശ് കൊടുത്തു. ഇവിടുത്തെ കച്ചവടം കഴിഞ്ഞാൽ വീട്ടു വേലയ്ക്ക് തന്നെ പോവോ? വീട്ടു ജോലിക്ക് ഇടയിൽ രാവിലെ വന്ന് കച്ചവടം. അവർക്ക് കൊടുക്കാം. അവരുടെയാണ്. നമ്മുടെ സ്വന്തമല്ല. നമ്മളിത് വിറ്റിട്ട് കാശ് കൊണ്ട് കൊടുക്കും. അപ്പൊ അവരെല്ലാം തരുമോ? അപ്പൊ ഒരു ദിവസം എത്ര രൂപയുടെ ജോലി ചെയ്യും? 200 രൂപ ഒരു ദിവസം തരത്തുള്ളൂ. ആഹാരം തരും. വീടാണോ? അപ്പൊ 200 രൂപ ഒരു ദിവസം തരത്തുള്ളൂ. അവിടെ പാചകം ചെയ്യാനൊക്കെ എനിക്ക് അത് പുറംപണിയാ. വൈകുന്നേരം വീട്ടിൽ വരുമോ? വൈകുന്നേരം വീണ്ടും പണിയാണോ? മൊത്തം പാട് തന്നെ. പാട് വെട്ടാലല്ലേ തിന്നാനൊക്കെ. ചെയ്യാതെ ആരും തരില്ല.
അത് ശരിയാണ്. എന്നാലും ഒരു 200 രൂപ കിട്ടുന്നുള്ളെന്ന് പറയുമ്പോൾ ഒരു വിഷമം. അത് മതി മക്കളെ. മതിയാ? ഓ അമ്മയുടെ കാര്യത്തിന് അതൊക്കെ മതി. ഓ എന്തായാലും സമ്പാദ്യമൊക്കെ ഉണ്ട്. അല്ല സമ്പാദ്യമല്ല, എല്ലാം കൊച്ചുമക്കൾക്കൊക്കെ എല്ലാം കൊടുക്കണം. എന്നാലും നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും ഒരു കുടുക്കലിട്ട് വെക്കണം വെച്ചിട്ട്. ഓ അതും കൂടെ വേണം, കൊച്ചുമക്കൾക്ക് കൊടുക്കണം. എന്നാൽ എൻ്റെ കൂടെ ഡെയിലി ഒരു 10 രൂപയെങ്കിലും വെച്ച് കുടുക്കലിടണം. മാറ്റിയിടും മക്കളെ. ഉണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ കച്ചവടം നടക്കട്ടെ. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇതുപോലുള്ള അമ്മച്ചിയുടെ പേര് ലില്ലി. ഞാൻ മറക്കത്തില്ല ലില്ലി. ഞാനൊരു ലില്ലിയെ കണ്ടു. ലില്ലിയുടെ കയ്യിൽ ചില്ലിയുണ്ട്, കാന്താരി ചില്ലി. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ടൊന്ന് ഇതിങ്ങനെ കണ്ടു പോകാം.